ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഷവർമയാണ്. വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള, പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഷവർമയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഷവർമയ്ക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടി 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 നുള്ള് ഒറിഗാനോ, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുമ്പോൾ ഉപ്പ് ശ്രദ്ധിക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ ജ്യൂസും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ചിക്കനിൽ ഈ മസാല ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം, റെഫ്രിജറേറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഈ ചിക്കനിൽ ഈ മസാല പിടിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ ഷവർമയ്ക്ക് വേണ്ടുന്ന തഹീന പേസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ നാരങ്ങാ നീര്, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി എപ്പോഴും ഒരുപാട് കൂടുതൽ ചേർക്കരുത്, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കരുത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ സാധാരണ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ കട്ട തൈരും കൂടെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ തൈര് ചേർക്കാതെ എടുത്തത്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ എന്ന് വെച്ചാൽ ഒരുപാട് വേവിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കരുത്, ഒരല്പം ജ്യൂസി ആ ഒരു ഇതിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒരുപാട് ഡ്രൈ ആക്കാതെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇവിടെ ചിക്കനെല്ലാം കറക്റ്റ് പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഫില്ലിങ്സ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാബേജ് ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ് വേണം നമ്മുടെ ബാക്കിയുള്ള ചേരുവയേക്കാളും ഒരല്പം കൂടുതലായിട്ട് നിൽക്കാൻ. പിന്നെ ഒരു കുറച്ച് ക്യാരറ്റ്, കുറച്ച് സവാള, അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം. ഇതൊന്നും ഒരുപാട് കൂടാൻ പാടില്ല. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന ഷവർമയുടെ ഫില്ലിങ്ങിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ 3 ചേരുവയും ഇത്തിരി ഒന്ന് അല്പം കുറച്ച് ചേർത്താൽ മതി. ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ഒന്നും കൂടെ ഒന്ന് നുറുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം അത് അല്പം ഇച്ചിരി ഒന്ന് വലിയ പീസായതുകൊണ്ട് ഒരല്പം ഒന്ന് നുറുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മയോണൈസ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത മയോണൈസാണ്. അപ്പം ഹോം മെയ്ഡ് മയോണൈസ് ബൈ സിംപ്ലി കേളി വിത്ത് ഷബ്നാസ്യാൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം, അതിൽ പ്രസ് ചെയ്താലും വീഡിയോ കാണാൻ പറ്റും. ഇനി നന്നായിട്ട് ഈ ചിക്കനും നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാബേജും അതെല്ലാം കൂടെ നല്ല മയോണൈസുമായിട്ട് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ മയോണൈസ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മയോണൈസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫില്ലിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ക്യാരറ്റും നമ്മളിപ്പം സവോളയും ക്യാപ്സിക്കവും ചേർക്കുമ്പോൾ മാത്രം ഒരളവിൽ കൂടുതൽ ചേർക്കാതിരിക്കുക. അപ്പോൾ മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് കുബൂസിൽ ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ കുബൂസിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ തഹീനി പേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു 2.5-3 ടേബിൾ സ്പൂണോളം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ച ഫില്ലിങ് നമുക്ക് ആവശ്യാനുസരണം, ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ അല്പം ഒന്ന് ടൈറ്റ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് കറക്റ്റായിട്ട് റോളായിട്ട് ആ കുബൂസിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ അത് പുറത്ത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ബാക്കിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. കാണാൻ നല്ല ഭംഗി, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോഴൊക്കെ ഇരിക്കില്ലേ, അതുപോലെ നല്ല കറക്റ്റായിട്ടിരിക്കും. പിന്നെ ഈ പേപ്പർ ഇളകി പോവാതിരിക്കാൻ വേണ്ടി ഒരു അല്പ സമയത്തേക്ക് ആ ടൂത്ത് പിക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. കഴിക്കുന്ന സമയമാകുമ്പോൾ അതെടുത്ത് മാറ്റാം. ഇപ്പോൾ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി ഞാനിത് ഫിക്സ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ ബട്ടർ പേപ്പർ നമ്മൾ ഹോം മെയ്ഡ് ബട്ടർ പേപ്പറാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കുബൂസ് ചെയ്തതെന്ന് വെച്ചാൽ പുറം ഭാഗത്ത് ആണ് ഫ്രണ്ടിൽ വന്നത്, ഇത് ഉൾഭാഗമാണ്. നമുക്ക് വേണമെങ്കിൽ കുബൂസ് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുബൂസ് ആ ഒരു പുറമേ ഉള്ള ഒരു വൈറ്റ് എഫക്റ്റ് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നേരത്തെ ചെയ്തതുപോലെ ഒന്ന് റോൾ ചെയ്യുക. അതിനുശേഷം ബട്ടർ പേപ്പറുമായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി.
പിന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം എന്നൊന്നുമില്ല, ഞാനൊരു കാണാനൊരു ഭംഗിക്ക് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ബട്ടർ പേപ്പർ ഫിക്സ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ കഴിക്കുമ്പോൾ അത് എന്തായാലും എടുത്ത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി മയോണൈസ് ഒരല്പം കൂടെ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം കൂടെ മയോണൈസ് ആ മിക്സ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഹോം മെയ്ഡ് ഷവർമ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ ആർക്കും അങ്ങനെ എപ്പോഴും പുറത്ത് പോയി കഴിക്കാനൊന്നും പറ്റില്ലല്ലോ ഷവർമയൊന്നും. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഷവർമയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ കുബൂസ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അതിൻ്റെ റെസിപ്പിയും കൂടെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.